വെൽക്കം ബാക്ക് ആൻഡ് ഇത് ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ നാലാമത്തെ ഭാഗമാണ് സൈക്കോളജി പാർട്ട് ത്രീയുടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 പാർട്സ് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 പാർട്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 3 ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അത് കാണാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു പുതിയ മോഡലാണ്. ഇറ്റ് ഇസ് കോൾഡ് ദി SOI അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. ഇന്റലക്ട് എന്താണ്? ഓക്കെ, ആ ഒരു ഇന്റലക്ട് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു ഇന്റലക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഈ ഒരു മോഡൽ. ഇത് ഡെവലപ്പ് ചെയ്തത് JP ഗിൽഫർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ 1956 അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ആൻഡ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ്. ആൻഡ് ഈ ഒരു ഫ്രെയിം വർക്ക് ശരിക്കും ഹ്യൂമൻ ഇന്റലിജൻസ് ഒരു മൾട്ടിപ്പിൾ ഫെസറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഉള്ള ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഒരു 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 എറേ ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് അടങ്ങിയതാണ് ഇന്റലിജൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്പിയർമാന്റെ G-ഫാക്ടർ തിയറി ഉണ്ടല്ലോ, ജനറൽ ഇന്റലിജൻസ് എന്നുള്ള ആ ഒരു തിയറിയെ കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു തിയറിയുമായിട്ട് ശരിക്കും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു തിയറിയിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു മോഡൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇന്റലിജൻസിനെ 3 ഡയമെൻഷൻസ് ആയിട്ട് അദ്ദേഹം തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ഓപ്പറേഷൻസ് ഡയമെൻഷൻ എന്നുള്ളത്, മറ്റൊന്ന് കോണ്ടന്റ് ഡയമെൻഷൻ എന്നുള്ളത്, ആൻഡ് മറ്റൊന്ന് പ്രോഡക്ട്സ് ഡയമെൻഷൻ എന്നുള്ളത്. അങ്ങനെ 3 ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ 3 തലങ്ങളിലേക്ക് അതിനെ തിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പറേഷൻസ്, കോണ്ടന്റ് ആൻഡ് പ്രോഡക്ട്സ്. ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ 180 പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ 3 ഡയമെൻഷൻസും കൂടെ നമ്മൾ എടുത്ത് അതിനെ പല രീതിയിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ 180 പല കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്, മനുഷ്യന്റെ ഇന്റലക്ച്വൽ എബിലിറ്റീസ് എന്തുമാത്രം കോംപ്ലെക്സ് ആണെന്നും അതെന്തുമാത്രം വലുതാണെന്നും തെളിയിക്കുന്നതാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി. അപ്പൊ നമുക്ക് എന്താണ് ഇനി ഇതിനകത്ത് വരുന്ന ഈ 3 ഡയമെൻഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഓപ്പറേഷൻസ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഡയമെൻഷൻ എന്താണ്? ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇന്റലക്ച്വൽ പ്രോസസ്സുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മെന്റൽ ഫങ്ഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ബ്രെയിൻ പെർഫോം ചെയ്യുന്ന ഒരുപാടധികം ഫങ്ഷൻസ് ഉണ്ടല്ലോ, ആ ഫങ്ഷൻസ് ആണ് ശരിക്കും ഓപ്പറേഷൻസ്. ബ്രെയിൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്, ഈ റെഫേഴ്സ് ടു ടൈപ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോസസ്സസ് ദ ബ്രെയിൻ പെർഫോംസ്. ബ്രെയിൻ പെർഫോം ചെയ്യുന്ന എന്തൊക്കെ പ്രോസസ്സസ് ആണോ ഉള്ളത് ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോസസ്സിനെ കുറിച്ചുകൂടെ പറയുന്നത്. അപ്പോൾ ഇതിനെ 5 ഓപ്പറേഷൻസ് സ്റ്റൈൽ അല്ലെങ്കിൽ 5 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ആയിട്ട് പറയുന്നു. അതിൽ കൊഗ്നിഷൻ ഉണ്ട്, മെമ്മറി ഉണ്ട്, ഡൈവേർജന്റ് പ്രൊഡക്ഷൻ ഉണ്ട്, കൺവേർജന്റ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇനി 5ാമത്തെ ഒരെണ്ണം ഇവാലുവേഷൻ ആണ്. അപ്പൊ ഇത് 5ഉം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കൊഗ്നിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോംപ്രിഹെൻഡിങ് ഇൻഫർമേഷൻ, അതാണ് കൊഗ്നിഷൻ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻസിൽ കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് അതിനെ നമുക്ക് മനസ്സിലാക്കണം, അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ, റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മൾ സ്കൂളിൽ ഒരുപാട് ചെയ്തിട്ടില്ലേ? അപ്പൊ അത് വായിക്കുന്നത് നമുക്ക് മനസ്സിലായോ എന്നറിയുന്നതിന് വേണ്ടി ആ വായിച്ചതിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതാണ് കോംപ്രിഹെൻഷൻ. അപ്പൊ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ, നമുക്ക് മനസ്സിലാക്കാൻ ആ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സ്റ്റിമുലസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 2ാമത്തത് മെമ്മറി. അപ്പൊ ഇവിടെ മെമ്മറി അദ്ദേഹം പറയുന്നത് സ്റ്റോറിങ് ആൻഡ് റീകോളിംഗ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മെമ്മറി എന്താണ്? മെമ്മറിയുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെമ്മറിയുടെ ഫംഗ്ഷൻ ഇതാണ്, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക, ഇൻഫർമേഷനെ റീകോൾ ചെയ്യുക എന്നുള്ളത്. ഇനി ഡൈവേർജന്റ് പ്രൊഡക്ഷൻ എന്നിവിടെ പറയുന്നു. അപ്പൊ ഡൈവേർജന്റ് പ്രൊഡക്ഷൻ എന്താണ്? ജനറേറ്റിംഗ് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ്. അപ്പൊ ഇത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ ഒരു 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 ഒരൊറ്റ സംഗതി നമുക്ക് പരിഹരിക്കുന്നതിന് അതൊരൊറ്റ സൊല്യൂഷൻ അല്ലല്ലോ ഉള്ളത്, അല്ലെ? ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നാൽ പല മാർഗങ്ങളുണ്ട് നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട്. അതാണ് ഡൈവേർജന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി കൺവേർജന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴോ ശരിക്കും
ഒരു പ്രശ്നം വന്നാൽ അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഉചിതമായ സൊല്യൂഷൻ ഏതാണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതാണ് ഡൈവേർജന്റ് തിങ്കിങ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഡൈവേർജന്റ് പ്രൊഡക്ഷൻ, കാരണം ഇത് ഓപ്പറേഷൻസ് ആണ്. അപ്പൊ ഡൈവേർജന്റ് പ്രൊഡക്ഷൻ, ആ ഐഡിയാസ് ഉണ്ടാകുന്നു, മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് വരുന്നു. ആ വന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ഇന്ന് കുറെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഒരെണ്ണത്തിലേക്ക് നമ്മൾ വന്നെത്തുന്നതാണ് കൺവേർജന്റ് എന്ന് പറയുന്നത്. ആൻഡ് എന്തുവാണ് ഇവാലുവേഷൻ? എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലെ ഇപ്പം ജഡ്ജിങ് ദി ആക്യുറസി ഓഫ് ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ. അപ്പോ എന്താ പറയേണ്ടത്? ഇത് ഒരു കഴിവാണ് അല്ലെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എബിലിറ്റി ടു ജഡ്ജ് ഓർ അസസ്. അത് എന്താ പറയേണ്ടത്? ആക്യുറേറ്റ് ആണോ, റെലവെന്റ് ആണോ, അത് നല്ല ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻ ആണോ, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു സൊല്യൂഷനിലേക്കാണോ നമ്മൾ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വിലയിരുത്തുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എന്താ ചെയ്യുന്നത്? ദേ റെപ്രസെന്റ് ഡിഫറെന്റ് വേസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ അപ്രോച്ച് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ. അപ്പൊ ശരിക്കും ഇത് പല തരത്തിലുള്ള മാർഗങ്ങളല്ലേ നമുക്ക് ഒരു ഇൻഫർമേഷനെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് ഒരു പരിഹാരം കണ്ടെത്താനോ ഉള്ള പല മാർഗങ്ങൾ അല്ലേ? അപ്പൊ ഈ മാർഗങ്ങൾ എന്ന് പറയുമ്പം അതിന് എന്താ പറയേണ്ടത്? ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് മുതൽ തുടങ്ങി ഇവാലുവേഷൻ ചെയ്യുന്നിടം വരെ വന്ന് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ ഡയമെൻഷൻ ഇസ് ദ കണ്ടന്റ് ഡയമെൻഷൻ. അപ്പൊ എന്താണ് ഈ കണ്ടന്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്. അവിടെയും 5 ടൈപ്പ് ഗിൽഫർഡ് ഐഡന്റിഫൈ ചെയ്ത്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയിരുന്നതെന്ന് പറഞ്ഞാല് ഫങ്ഷൻസ് ആണ് അല്ലെ? മെന്റൽ ഫങ്ഷൻസ് ആണ് ബ്രെയിൻ ചെയ്യുന്ന ഓരോ ഫങ്ഷൻസ്. ഇവിടെ കണ്ടന്റ് എന്ന് പറയുമ്പം ഉള്ളടക്കം, കണ്ടന്റ്, അതാണ് ഇവിടെ ഈ ഉള്ളടക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ് ബ്രെയിൻ ഇവിടെ പ്രോസസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് ബ്രെയിനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. വിഷ്വൽ അല്ലെ? വിഷ്വൽ സ്റ്റിമുലസിൽ നിന്ന് കിട്ടുന്നത്, നമ്മൾ ഇമേജസ് കാണുന്നത്, നമ്മൾ പടങ്ങൾ, നമ്മൾ വീഡിയോസ് കാണുന്നത്, നമ്മൾ നമ്മുടെ ചുറ്റാകെയുള്ളതെല്ലാം കാണുന്നത്, നമ്മുടെ കണ്ണിലൂടെ ഉള്ളിലേക്ക് വരുന്ന ഇൻഫർമേഷൻ, അതാണ് വിഷ്വൽ. അപ്പൊ വിഷ്വൽ ഇൻഫർമേഷൻ ബ്രെയിനിന് പ്രോസസ് ചെയ്യാനായിട്ട് കഴിയും. അത് ഇവിടെ പറയുന്നത് അതാണ് കോണ്ടന്റ്. രണ്ടാമത്തത് ഓഡിറ്ററി ഇൻഫർമേഷൻ. അപ്പോൾ ഇൻഫർമേഷൻ സൗണ്ട് മുഖാന്തരം നമുക്ക് വരുന്ന ഇൻഫർമേഷൻ ആണ് ഓഡിറ്ററി ഇൻഫർമേഷൻ. അതും മറ്റൊരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ അത് രണ്ടാമതായി. ഇനി മൂന്നാമതെന്ന് പറയുന്നത് സിംബോളിക് ആണ്. സോ ഡേറ്റ റെപ്രസെന്റഡ് ബൈ സിംബിൾസ്. സിംബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റേഴ്സ് ആകാം, നമ്പേഴ്സ്. നമ്മൾ ABCD ഇ എന്നൊക്കെ പറയുന്നതെല്ലാം അക്ഷരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഈ അക്ഷരങ്ങൾ ശരിക്കും എന്താ? ഒരു സിമ്പിൾ ആണല്ലേ? ഒരു സിമ്പിൾ. ആ ഒരു അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും സിമ്പിൾ. നമ്പർ എന്ന് പറയുന്നതും സിമ്പിൾസ് തന്നെയാണ്. അപ്പൊ സൈക്കോളജിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനെ, അല്ലെങ്കിൽ ഈ ഒരു സെൻസസിന്റെ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ സിമ്പിൾസ്, എ എന്ന് പറഞ്ഞാൽ എയുടെ ഇമേജിനെ അല്ലേ നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സിംബോളിക് ഡേറ്റ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. ഇനി മറ്റൊന്ന് വരുന്നത് സെമാൻറ്റിക് ആണ്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ലാംഗ്വേജ് ആൻഡ് മീനിങ്. അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതോ വായിക്കുന്നതോ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ അതിനെ കാണേണ്ടത്. ഭാഷ അല്ലെ? ഭാഷ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മനുഷ്യൻ വായ് കൊണ്ട് വാക്കുകൾ പറയുന്നു എന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന വാക്കുകളുടെയും സെന്റൻസിന്റെയും അർത്ഥം മനസ്സിലാക്കുന്നതാണ്, അതിലെ ഇൻഫർമേഷൻ ആണ്, അതാണ് സെമാൻറ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദ ബിഹേവിയറൽ. അപ്പൊ ബിഹേവിയറൽ എന്താ? ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഒബ്സർവബിൾ ആക്ഷൻസ് ഓർ ബിഹേവിയേഴ്സ്. അപ്പൊ നമുക്കിപ്പം എന്താ പറയേണ്ടത്? ഒരു വ്യക്തിയുടേത്, ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് ആ വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലേ? അതാണ് ബിഹേവിയറൽ ഇൻഫർമേഷൻ. അപ്പോൾ ആ ഒരു കണ്ടന്റ് ഡയമെൻഷനിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻ മൈൻഡിന് പ്രോസസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ 5 തരം: വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയർ. അപ്പൊ ഇതിന്റെ ഡിഫറൻസസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഇനി അടുത്തത് പ്രോഡക്റ്റ് ഡയമെൻഷൻ ആണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് ഡയമെൻഷൻ നോക്കുമ്പോൾ? refers to the forms of information, forms that information takes after operations are applied. And products ഇവിടെ 6 ഉണ്ട്, 6 ഉണ്ട്. നേരത്തെ നമ്മൾ നോക്കിയത് കോണ്ടന്റിനകത്ത് 5 എണ്ണമാണുള്ളത്, ഓപ്പറേഷൻസിനകത്ത് 5 എണ്ണമാണുള്ളത്. എന്നാൽ പ്രോഡക്റ്റ് ഡയമെൻഷൻ വരുമ്പോഴത്തേക്ക് 6 അവിടെയുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ഡയമെൻഷൻ എന്താണ് ശരിക്കും? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറെന്റ് ഫോംസ് ദാറ്റ് ഇൻഫർമേഷൻ ക്യാൻ ടേക്ക്. ഇൻഫർമേഷന് പല രൂപത്തിലേക്ക് മാറാനായിട്ട് സാധിക്കും.
അതെന്തിനു ശേഷമാണ് ആ ഒരു ഓപ്പറേഷൻസ്, അവിടെയല്ലേ നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസ്സിങ് വരുന്നത്. ആ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഇൻഫർമേഷന് എടുക്കാൻ കഴിയുന്ന രൂപങ്ങളാണ്. അപ്പൊ ഇവിടെ 5 രൂപങ്ങളാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അതിൽ ആദ്യത്തതൊന്ന് യൂണിറ്റ്സ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഓഫ് ഇൻഫർമേഷൻ. വൺ പെൻ, ഒരു പേന എന്നൊക്കെ നമ്മൾ പറയുന്ന ആ യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ മറ്റൊന്ന് ക്ലാസ്സസ്. ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രൂപ്പ്സ് ഓഫ് റിലേറ്റഡ് ഐറ്റംസ് അല്ലേ അല്ലേ അപ്പൊ നമുക്കിപ്പോ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പച്ചക്കറി കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രൂട്ട്സും ഇരിപ്പുണ്ട്, വെജിറ്റബിൾസും ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷനിൽ നമുക്കതിനെ പ്രോസസ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഇതിനെയെല്ലാം ഫ്രൂട്ട്സ് ആയിട്ടും അതിനെയെല്ലാം വെജിറ്റബിൾസ് ആയിട്ടും നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും അങ്ങനെ വെച്ചാൽ പോലും നമുക്കറിയാം ഇതിൽ ഏതൊക്കെ ഫ്രൂട്ട് ആണെന്നും ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്നും. കാരണം ആ ക്ലാസിഫൈ ചെയ്യാനുള്ള കഴിവ് നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളത്. ഇനി മറ്റൊന്ന് വരുന്നത് റിലേഷൻസ്. റിലേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കണക്ഷൻ ബിറ്റ്വീൻ ദ ഐറ്റംസ്. അപ്പോൾ ഈ ഐറ്റംസ് തങ്ങളിലുള്ള കണക്ഷൻസ് എന്താണ്, അത് തങ്ങളിലുള്ള അസോസിയേഷൻസ് അല്ലെങ്കിൽ അത് തങ്ങളിലുള്ള സീക്വൻസ് എന്താണ്, ആദ്യം എന്ത് വരണം, അത് കഴിഞ്ഞ് എന്ത് വരണം, അത് കഴിഞ്ഞ് എന്ത് വരണം, ഇങ്ങനെയൊക്കെയുള്ള സീക്വൻസസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതാണ് റിലേഷൻസ്. നമുക്കറിയാം ഒരു ആപ്പിളും കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ഓറഞ്ചും വെച്ചാൽ ഈ ആപ്പിളും ഓറഞ്ചും റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം. ഉരുളക്കിഴങ്ങും അത് കഴിഞ്ഞിരിക്കുന്ന ബീൻസും വെജിറ്റബിൾസ് അതും റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ അതാണ് ആ ഒരു റിലേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദ സിസ്റ്റംസ്. അപ്പൊ സിസ്റ്റംസ് എന്താണ്? ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഓഫ് റിലേറ്റഡ് ഐറ്റംസ്. അപ്പോൾ ഇത് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് റിലേറ്റഡ് ഐറ്റംസ് ആണ് ശരിക്കും സിസ്റ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് വരുന്നത് അത് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ചേഞ്ചസ് മെയ്ഡ് ടു ദ ഇൻഫർമേഷൻ. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നത് അല്ലെങ്കിൽ ആ ഇൻഫർമേഷന് തന്നെ എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വരുത്തുന്നത്, ഒരു പക്ഷേ നമ്മൾ എന്താ പറയേണ്ടത്, ഒരു 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 വാക്കിലുള്ള അക്ഷരങ്ങളെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു അല്ലേ. ആൻഡ് ദെൻ കംസ് ദ ഇംപ്ലിക്കേഷൻസ്. അപ്പൊ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താ? ആ ഇൻഫർമേഷനെ നമുക്ക് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്, ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലേക്ക്. അപ്പോൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫറൻസസ്, അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് ഇത് എന്തിലേക്ക് പോകുന്നു എന്നുള്ളത്, നമ്മളിപ്പം ചാർട്ട് ഇപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നോക്കി നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്ന, നമ്മൾ അതിൽ നിന്ന് ഓരോ അർത്ഥങ്ങൾ കണ്ടെത്തുന്ന, അതാണ് ശരിക്കും ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോഡക്ട്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ they represent the results of applying various operations. അപ്പൊ ഇൻഫർമേഷൻ ഉണ്ട്, ഇൻഫർമേഷൻ വന്നു, അതിനെ നമ്മൾ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്ത്, ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ പ്രോഡക്ട്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പല തരത്തിലുള്ള കോണ്ടന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. അതാണ് ശരിക്കും ആ ഇന്റലക്ച്വൽ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ഒരു SOI മോഡലിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ദിസ് ഇസ് വിഷ്വലൈസ്ഡ് ആസ് എ 3-dimensional ക്യൂബ്. 3 ഡയമെൻഷൻസ് ഉള്ള ഒരു ക്യൂബ് ആയിട്ട് വേണം നമ്മൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ. അതിനകത്ത് ഓപ്പറേഷൻസ് ഉണ്ട്, കോണ്ടന്റ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. They form the axis of the 3-dimensional cube. Now each intellectual ability can be represented as a point within the cube where one operation interacts with one type of content to produce a certain product. അപ്പൊ ഇനി നമ്മൾ അതിന്റെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ആ ഒരു കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ നേരത്തെ 180 എന്നൊരു നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. 180 പൊട്ടൻഷ്യൽ കോമ്പിനേഷൻസ് ഇതിനകത്ത് ഉണ്ടാകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു കോമ്പിനേഷനിലേക്ക് എങ്ങനെ വന്നെത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോ ഇതിനെ നമ്മൾ ആദ്യമേ നമ്മൾ ഇത് മനസ്സിൽ ചിത്രീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3-dimensional ക്യൂബ് ആയിട്ട് നമ്മൾ ഇതിനെ ചിത്രീകരിക്കുക. 3-dimensional ക്യൂബ്, അതിനകത്ത് ഓപ്പറേഷൻസ് ഉണ്ട്, കോണ്ടന്റ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഇന്റലക്ച്വൽ എബിലിറ്റി എത്ര എണ്ണം ഉണ്ട്? ഓരോ ഇന്റലക്ച്വൽ എബിലിറ്റി ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ പോയിന്റ് വിതിൻ ദ ക്യൂബ്. ആ ക്യൂബിനുള്ളില്, അതായത് ഈ ഓപ്പറേഷൻസ് എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ആ ഒരു പോയിന്റിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. പ്രോഡക്റ്റ് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ അവിടെ വരുന്നു. അപ്പൊ ക്യൂബ് ആണ് ഇത് ശരിക്കും. അപ്പൊ ഇനിഷ്യലി 120 എബിലിറ്റീസ് ആണ് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്.
അതായത് 4 കോണ്ടന്റ് ഇൻറ്റു 5 ഓപ്പറേഷൻസ് ഇൻറ്റു 6 പ്രോഡക്ട്സ്. ആൻഡ് പിന്നീട് ഇറ്റ് എക്സ്പാൻഡ് ടു 150 വിത്ത് ന്യൂ കോണ്ടന്റ് കാറ്റഗറീസ്. ഈ കോണ്ടന്റ് കാറ്റഗറീസ് വളർന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ കോണ്ടന്റ് കാറ്റഗറീസ് പുതിയ പുതിയ സംഗതികൾ കണ്ടുപിടിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്? അപ്പൊ കോണ്ടന്റ് കാറ്റഗറീസ് ശരിക്കും വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിനകത്ത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു ആഴത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ഇത്രയും ഇത് മനസ്സിലാക്കി ഇരുന്നാൽ മതി. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 120, 150, 180ഓളം എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒന്നിവിടെ കാണിച്ചത്. ഓക്കെ, ഇനി ഈ SOI മോഡലിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ യുനോ സൈക്കോളജിയിൽ റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എഡ്യൂക്കേഷനിൽ നമുക്ക് ഇതിന്റെ ഉപയോഗം നടത്താം. ഓക്കെ, അപ്പോ ഈ ഒരു മോഡൽ ശരിക്കും ഒരുപാടധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മോഡൽ ആയിരുന്നു എങ്കിൽ പോലും അതിനും ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ക്രിറ്റിസിസം പ്രത്യേകിച്ചും റിഗാർഡിംഗ് ദ ഫാക്ടർ അനലിറ്റിക്കൽ മെത്തേഡ്സ്. അപ്പൊ ഈ ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന മെത്തേഡ്സിനെ ആയിരുന്നു ശരിക്കും യുനോ ക്രിട്ടിസൈസ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ചില സ്കോളേഴ്സ് ശരിക്കും ഇതിനെ ഒന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡലിന്റെ ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും ട്രൂ ആണോ എന്നുള്ളത്. അപ്പൊ അവരവിടെ ആർഗ്യൂ ചെയ്യുന്ന എന്താണ്, ആ ഒരു ഡേറ്റ ഉണ്ടല്ലോ, ഈ മോഡലിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഡേറ്റ അത് ശരിക്കും സഫിഷ്യന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും അവരിതിനെ എതിർത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇന്നും വളരെ പ്രോമിനന്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു തിയറി തന്നെയാണ് ഇന്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ എന്ന് പറയും. അപ്പൊ നമ്മൾ ആ ഒരു ട്രഡീഷണൽ മോഡൽസ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോണ്ടംപററി തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. കോണ്ടംപററി ആയിട്ട് ഉള്ള തിയറീസിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ട്രയാക്റ്റിക് തിയറി ഓഫ് ഇന്റലിജൻസ് ബൈ റോബർട്ട് സ്റ്റേൺബർഗ്, പിന്നെ ഹവാർഡ് ഗാർഡനറിന്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ആണ്, പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ് തിയറി ദാറ്റ് ഇസ് ബൈ ഡാനിയൽ ഗോൾമാൻ, ആൻഡ് പിന്നെ നമുക്ക് പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ്. ഇങ്ങനെ 4 കോണ്ടംപററി തിയറീസ് ഓഫ് ഇന്റലിജൻസും കൂടിയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. സോ ആദ്യം ആ ഒരു ട്രയാക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ട്രയാക്കിക് തിയറി. ഇപ്പൊ ട്രയാക്കിക് എന്ന് പറയുമ്പം അതിനകത്ത് 3 എണ്ണം എന്തോ ഉണ്ട് എന്നുള്ളത്, 3 കമ്പോണൻസ് അതിനകത്തുണ്ട് എന്നാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതും മനുഷ്യന്റെ ആ ഒരു ഇന്റലിജൻസിനെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഹോളിസ്റ്റിക് തിയറി തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു തിയറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ആ ഒരു ട്രഡീഷണൽ IQ ടെസ്റ്റ് നടത്തുക എന്നുള്ളത് മാത്രം അല്ല. ഓക്കെ, ഇപ്പം ആ ഒരു ട്രഡീഷണൽ ഇന്റലിജൻസ് തിയറീസ് എന്ന് പറയുന്നതിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു IQ ടെസ്റ്റ്, IQ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിനാണ് ഈ പലതരത്തിലുള്ള ഇന്റലിജൻസ് തിയറീസ് ശരിക്കും വന്നിട്ടുള്ളത്. അപ്പം ഇതിന് മുന്നേ വന്നിട്ടുള്ള തിയറീസ് ആണ് നമ്മൾ പ്രോമിനന്റ് ആയിട്ടുള്ളത് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് സ്റ്റേൺബർഗ് ഈ ഒരു തിയറിയുമായിട്ട് വന്നേക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ആ പഴയ തിയറീസ് എന്നെല്ലാം പറയുന്നതെല്ലാം ഒരുപാട് നാരോലി ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പൊ ആ തിയറീസിന്റെ ഒക്കെ ഫോക്കസ് എന്ന് പറയുന്നത് വാസ് ഓൺ അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പലപ്പോഴും ആ ഒരു ക്രിയേറ്റീവ് എബിലിറ്റീസ്, പ്രാക്ടിക്കൽ എബിലിറ്റീസ് നമുക്കുണ്ടല്ലോ, ഈ ക്രിയേറ്റീവ് എബിലിറ്റീസും പ്രാക്ടിക്കൽ എബിലിറ്റീസിനെയും പല തിയറീസും ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് വന്നത് എന്നുള്ളതാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 3 കാറ്റഗറൈസേഷൻ ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ കാറ്റഗറൈസേഷനിൽ ഇത് ഇന്റർ റിലേറ്റഡ് കമ്പോണൻസ് ആണ്. ഈ കമ്പോണൻസിന് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കാറ്റഗറീസ്? അനലിറ്റിക്കൽ കാറ്റഗറി ഉണ്ട്, ക്രിയേറ്റീവ് കാറ്റഗറി ഉണ്ട്, ആൻഡ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. ഇതാണ്. അപ്പം അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്നാണ് ആ ഒരു കാറ്റഗറിയെ പറയുന്നത്, ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് രണ്ടാമത്തെ കാറ്റഗറിയെ പറയുന്നു, ആൻഡ് മൂന്നാമത്തതിനെ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്നും പറയുന്നു. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ കോഗ്നിഷനിലും മനുഷ്യന്റെ പ്രോബ്ലം സോൾവിങ്ങിലും മനുഷ്യന്റെ സാഹചര്യവുമായിട്ട് ഇഴുകിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റോൾസ് ഇത് ഓരോന്നും അതിന് പ്ലേ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അനാലിസിസ് അല്ലെ, അനാലിസിസ് എന്നുള്ള വാക്ക് നമ്മൾ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇസ് വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് അക്കാഡമിക് പ്രോബ്ലം സോൾവിങ്. ഇനി അതും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇന്റലിജൻസ് ടെസ്റ്റുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. അപ്പൊ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മാത്സിന്റെ ഒരു പ്രോബ്ലം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് അല്ലേ. അപ്പൊ ടിപ്പിക്കലി ഒരു സിംഗിൾ കറക്റ്റ് ആൻസർ മാത്രം വരുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതാണ് ശരിക്കും അനാലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അനലോജീസ് വരും, പസിൽസ് വരും, ലോജിക് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതെല്ലാം ഈ അനലിറ്റിക്കൽ ഇന്റലിജൻസിന്റെ കാറ്റഗറിയിൽ ശരിക്കും വരുവാണ്. റൈറ്റ്. ഇനി സ്റ്റേൺബർഗിന്റെ തന്നെ കമ്പോണൻഷ്യൽ സബ് തിയറി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അപ്പൊ ഈ കമ്പോണൻഷ്യൽ സബ് തിയറി ശരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത് ഇസ് ദാറ്റ് അനലിറ്റിക്കൽ ഇന്റലിജൻസ് ഓപ്പറേറ്റ്സ് ത്രൂ ദ ഇന്ററാക്ഷൻ ഓഫ് 3 പ്രോസസ്സസ് എന്നുള്ളതാണ്. 3 പ്രോസസ്സസ് ചേർന്ന് കൊണ്ടുവരുന്നതാണ് ശരിക്കും ഈ ഒരു അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് ശരിക്കും അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്? ആദ്യത്തത് മെറ്റാ കമ്പോണൻസ് എന്ന് പറയും. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടാകും കേട്ടോ. രണ്ടാമത്തത് പെർഫോമൻസ് കമ്പോണന്റ് എന്ന് പറയും. ആൻഡ് മൂന്നാമത്തത് നോളജ് എക്വിസിഷൻ കമ്പോണന്റ്. അപ്പൊ എന്താ നമ്മളിവിടെ ഈ നോക്കുന്നത്? കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു സബ് തിയറി, അതിനെയാണ് കമ്പോണൻഷ്യൽ സബ് തിയറി എന്ന് ശരിക്കും പറയുന്നത്. അപ്പൊ ആ തിയറി ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സബ് തിയറിയാണ് ഈ തിയറിയുടെ ഒരു ചെറിയ തിയറിയാണ്, ഒരു സബ് തിയറിയാണ് ശരിക്കും അത് പറയുന്നത്. അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഓപ്പറേറ്റ്സ് ത്രൂ ദ ഇന്ററാക്ഷൻ ഓഫ് 3 പ്രോസസ്സസ്. 3 വ്യത്യസ്തമായ പ്രോസസ്സുകൾ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അനാലിസിസ് പോസിബിൾ ആകുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മെറ്റാ കമ്പോണൻസ് എന്താണ്? ഹയർ ഓർഡർ എക്സിക്യൂട്ടീവ് പ്രോസസ്സസ് ദാറ്റ് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് പ്രോബ്ലം സോൾവിങ്. ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നത് ഞാൻ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം. ഇനി എനിക്ക് പരീക്ഷയ്ക്ക് 30 ദിവസമേ ഉള്ളൂ. അപ്പൊ ഏത് സ്ട്രാറ്റജി ഞാനപ്പോൾ എനിക്കൊരു പുതിയ സ്ട്രാറ്റജി ഇനി വേണം. 2 മാസം ഉണ്ടായിരുന്ന സമയത്ത് പരീക്ഷയ്ക്ക് 60 ദിവസം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ആ സ്ട്രാറ്റജി പറ്റില്ലല്ലോ ഇനി പരീക്ഷയ്ക്ക് 30 ദിവസം ആകുമ്പോഴത്തേക്ക് അല്ലേ. അപ്പോൾ അവിടെയാണ് നമുക്കൊരു ഡിഫറെന്റ് സ്ട്രാറ്റജി അവിടെ വേണം. അതൊരു ഹയർ ഓർഡർ എക്സിക്യൂഷൻ പ്രോസസ്സാണ്. അപ്പൊ നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിനെയാണ് ഈ മെറ്റാ കമ്പോണൻസ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത് വരുന്ന കമ്പോണന്റ് ആണ് പെർഫോമൻസ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്താ പറയേണ്ടത്, ആ ആക്ച്വൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ്, ആ ഒരു ടാസ്ക് നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് ഇൻഫർമേഷൻ നമ്മുടെ മനസ്സ് പ്രോസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ അല്ലേ നമ്മൾ 2 സംഗതികളെ എടുത്തു വെച്ച് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 2 ആപ്പിൾ തന്നെ എടുത്തു വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കും? ഏതിനാണ് വെയിറ്റ് കുറവ്, വെയിറ്റ് കൂടുതൽ, ഏതാണ് ഫ്രഷ് ആയിട്ടുള്ളത്, കുറച്ച് ഫ്രഷ് അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ പ്രോസസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ആ പെർഫോമൻസ് കമ്പോണന്റ് എന്ന് ശരിക്കും പറയുന്നത്. ആൻഡ് പിന്നെ വരുന്നത് ഇസ് ദ നോളജ് എക്വിസിഷൻ കമ്പോണന്റ്. അപ്പൊ ഇവിടെ മെന്റൽ പ്രോസസ്സസ് ഉണ്ടല്ലോ. എന്താ പറയേണ്ടത്? ആ ഒരു ഇൻഫർമേഷൻ അക്വയർ ചെയ്ത് നേടിയെടുക്കുന്നതിനും അതിനെ സ്റ്റോർ ചെയ്യുന്നതിനും, ഉദാഹരണത്തിന് നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജീസ്, എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതാണ് നോളജ് എക്വിസിഷൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയേണ്ടത്? ലോജിക്കൽ റീസണിങ് ഉപയോഗിച്ച് നമുക്ക് മാത്സിന്റെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണം എന്ന് കരുതുക. അവിടെ അനാലിറ്റിക്കൽ ഇന്റലിജൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതിന് ലോജിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ മാത്സിന്റെ പ്രോബ്ലംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ. ഇനി നമ്മൾ എന്താ പറയേണ്ടത്? ഒരു ഡിബേറ്റിന്റെ ഒരു ചർച്ച, അതിൽ നമ്മൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിപ്പം നമ്മൾ എന്താ ശരിക്കും നമ്മൾ അന്നേരം വിലയിരുത്തണം അല്ലേ, ഏത് ആർഗ്യുമെന്റ്, ആര് പറയുന്ന പോയിന്റ് ആണ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടത് എന്ന് നമുക്കൊന്ന് വിലയിരുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതും അനാലിറ്റിക്കൽ ഇന്റലിജൻസ് കൊണ്ടാണ് അത് നമുക്ക് സാധ്യമാകുന്നത്. ഇനി ക്രിയേറ്റീവ് ഇന്റലിജൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനെ എന്താ പറയേണ്ടത്? അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ ഒരു സബ് കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ സബ് കാറ്റഗറി എന്ന, എക്സ്പീരിയൻസ്, നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു കഴിവിനെ രേഖപ്പെടുത്തുന്നു.
എന്ത് കഴിവാണ്? പുതിയ സിറ്റുവേഷൻസ്, നോവൽ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിന്, പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതിന്. പുതിയ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ഐഡിയാസ് വേണം. ചിലപ്പോൾ പഴയ പ്രശ്നങ്ങളും നമ്മളൊരു പുതിയ ഐഡിയ വെച്ച് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് വരാം അല്ലേ? അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും അത് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരുന്നു? ഇതിനകത്ത് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പുതിയ ടാസ്ക് കൊടുത്താൽ ആ പുതിയ ടാസ്കുമായിട്ട് ആ വ്യക്തിക്ക് എത്ര പെട്ടെന്ന് ഇഴുകിച്ചേരാനായിട്ട് സാധിക്കുന്നത്, അതോ അത് ഇനി 10 ദിവസം കഴിഞ്ഞിട്ടും ഇതെന്നെ കൊണ്ട് കഴിയില്ല, ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു വ്യക്തിക്ക് ആ ഒരു പുതിയ സാഹചര്യത്തിൽ ഇഴുകിച്ചേരാനായിട്ട് കഴിയുക. അപ്പൊ ഇവിടെ ഇമാജിനേഷൻ നമ്മൾ ഉപയോഗിക്കണം അല്ലെ? കുറെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. ചിന്തിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നോവൽ പുതിയ സൊല്യൂഷൻസ് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ എക്സ്പീരിയൻഷ്യൽ സബ് കാറ്റഗറി ശരിക്കും എന്താ പറയേണ്ടത്, അത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിയേറ്റിവിറ്റിയിൽ 2 പ്രധാന പ്രോസസ്സസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തെ പ്രോസസ് is called novelty. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഓട്ടോമേഷൻ എന്നാണ്. അപ്പം നോവൽറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സംതിങ് ന്യൂ എന്നുള്ളത് അല്ലേ? ഒന്നുകിൽ നമുക്കൊരു പുതിയ സിറ്റുവേഷനുമായിട്ട് കോപ്പ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് തീരെ ഫെമിലിയർ അല്ലാത്ത ടാസ്കുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് ഇഴുകിച്ചേരാനായിട്ട് സാധിക്കുക. അപ്പൊ നമുക്കിവിടെ ഡൈവേർജന്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം അല്ലേ? ഡൈവേർജന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് we have to see connections. ഒരു എന്താ പറയേണ്ടത്, ഒരു 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 പ്രത്യക്ഷത്തില് യാതൊരു ബന്ധവും ഇല്ല എന്ന് തോന്നുന്ന സംഗതികൾക്ക് നമുക്ക് ഇമാജിൻ ചെയ്തൊരു കണക്ഷൻ അവിടെ കണ്ട് ഒരു പുതിയ ഒരു ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഉദാഹരണം, നമ്മളൊരു കവിത എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു 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 കഥ പറയുമ്പോഴോ നമ്മൾ ഇമാജിൻ ചെയ്ത ഐഡിയാസ് കൊണ്ടുവരും അല്ലേ? കുട്ടികൾ പറയാം എല്ലാ ദിവസവും എനിക്ക് ആമയുടെയും മുയലിന്റെയും കഥ വേണ്ട. അപ്പൊ നമുക്ക് വേറെ കഥയൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് ഒരു ദിവസം ഒരു കാട്ടിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് ഇന്നിനി ഞാൻ എന്തിനെ കുറിച്ച് പറയട്ടെന്നുള്ളത്. റൈറ്റ്. ഇനി ഓട്ടോമേഷൻ, രണ്ടാമത്തെ അതിനകത്ത് ആ സബ് തിയറിയിൽ വരുന്ന രണ്ടാമത്തെ പ്രോസസ്സാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. സോ ഓട്ടോമേഷൻ ഇസ് ദ എബിലിറ്റി ടു പെർഫോം വെൽ ലേൺഡ് ടാസ്ക്സ് എഫക്റ്റീവ്ലി ആൻഡ് വിത്തൗട്ട് കോൺഷ്യസ് തോട്ട്. അപ്പൊ ആദ്യം നോവൽറ്റി എന്ന് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മുൻപരിചയമില്ലാത്ത ടാസ്കുകൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി വെൽ ലേൺഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ച കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ നമുക്ക് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി എന്ന നിലയിൽ നമുക്ക് അതിനെ ചെയ്യാനായിട്ട് കഴിയണം. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നോവലായിട്ടുള്ള എക്സ്പീരിയൻസസിനെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ടാസ്ക് വളരെയധികം ഫെമിലിയർ ആയിട്ട് അവർക്ക് മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എന്താ പറയേണ്ടത്, ഈ ഒരു ക്രിയേറ്റീവ് ഇന്റലിജൻസിന്റെ പരമാവധി യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റൈറ്റ്. ഇനി അടുത്തത് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ് ഇതിന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ്? ഇവിടെ ഈ സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് നമ്മൾ പറയുന്നില്ലേ? സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു പക്ഷേ പഠിച്ചിട്ട് ആ ഒരു നിലയിലെത്തിയതായിരിക്കത്തില്ല, അവന്റെ മിടുക്ക് കൊണ്ട് ആ ഒരു നിലയിലെത്തി എന്നുള്ളതാണ് സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്നാണ് ശരിക്കും അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. സോ ഇതെന്താണ്? ഒരു വ്യക്തിയുടെ എബിലിറ്റി ടു അഡാപ്റ്റ് to something new, okay, or to select environments to achieve personal goals. അപ്പോ അവന്റെ എന്താ പറയട്ടെ, നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു രീതിയിലും രക്ഷപ്പെടാത്ത ഒരുത്തൻ അവൻ ബോംബെയിലേക്ക് ട്രെയിൻ കയറി പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒന്നുമില്ലെങ്കിൽ ഒരു അധോലോക രാജാവെങ്കിലും ആയി മാറും മിനിമം. ഒരുപാട് തവണ മോഹൻലാൽ അത് ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ അതിനെ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ഒന്നുകിൽ ഒരു പുതിയ എൻവയൺമെന്റ് സെലക്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിലവിലുള്ള എൻവയൺമെന്റുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ചെയ്ത്, ഇനി അതും അല്ലെങ്കിൽ ഒരു പുതിയ എൻവയൺമെന്റുമായിട്ട് എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് ആ പുതിയ സാഹചര്യത്തിൽ ഒരുവനായി മാറാൻ സാധിക്കുന്ന കഴിവിനെയാണ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന സബ് തിയറി എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റുവൽ സബ് തിയറിയാണ്.
സ്റ്റേൺബർഗിന്റെ കോൺടെക്സ്റ്റ്, ആ ഒരു സാഹചര്യം. അപ്പൊ കോൺടെക്സ്റ്റുവൽ സബ് തിയറി സ്റ്റേൺബർഗിൻ്റെത് ശരിക്കും പ്രാക്ടിക്കൽ ഇന്റലിജൻസിനെ 3 അഡാപ്റ്റീവ് പ്രോസസ്സസ്, കാരണം ഇവിടെ അഡാപ്റ്റേഷൻ ആണല്ലോ, നമ്മൾ ആ പുതിയ സാഹചര്യം, പുതിയ സിറ്റുവേഷൻ, പുതിയ ടാസ്കുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതല്ലേ പറയുന്നത്. അപ്പൊ 3 അഡാപ്റ്റീവ് പ്രോസസ്സസ് ആയിട്ട് ശരിക്കും അതിനെ തരംതിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തത് അഡാപ്റ്റേഷൻ തന്നെയാണ്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവന്റെ സ്വന്തം ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇഴുകി ചേരുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോഴും നമ്മൾ വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോഴും രണ്ട് രീതിയിലുള്ള മാനദണ്ഡങ്ങളായിരിക്കും വരുന്നത്. ഒന്ന്, സാഹചര്യം മാറുന്നത്; 2, കൾച്ചർ മാറുന്നത്; 3, ഭാഷ മാറുന്നത്, അല്ലെ? അപ്പൊ ഈ മാറുന്ന സാഹചര്യത്തിന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുക, നമ്മൾ ആ സാഹചര്യവുമായിട്ട് ചേർന്ന് അവിടെയുള്ള മനുഷ്യരെ നമ്മുടെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല, നമ്മൾ അതിലേക്ക് പോകണം. ആൻഡ് ഇതിന്റെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന്, ഇപ്പൊ ആദ്യത്തെ പ്രോസസ്സ് അഡാപ്റ്റേഷൻ, രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇസ് കോൾഡ് ഷേപ്പിംഗ്. അപ്പൊ ഷേപ്പിംഗ് എന്ന് പറഞ്ഞാല് മോഡിഫൈങ് ദ എൻവയൺമെന്റ്, ആ എൻവയൺമെന്റിനെ മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ടു ബെറ്റർ സൂട്ട് ഇൻഡിവിജ്വൽ നീഡ്സ്, ആ ഒരു വ്യക്തിയുടെ നീഡ്സ് സൂട്ട് ആകുന്നതിന് വേണ്ടി ആ വ്യക്തിയുടെ എൻവയൺമെന്റിനെ മാറ്റിക്കൊണ്ടുവരുന്നത്, അതാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വർക്ക് സ്പേസ്, നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലം, അതിനെ നമ്മൾ റീഓർഗനൈസ് ചെയ്തെടുക്കുന്നു. ഇപ്പം എന്താ പറയേണ്ടത്, ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം, ഞാൻ കൂടുതൽ ഓൺലൈനിലേക്ക് മാറിയതിനു ശേഷം എനിക്ക് വീട്ടിലിരുന്ന് ക്ലാസ് എടുക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ആ കൊറോണ ടൈമിലൊക്കെ ആ ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്ന് പറയാം, വീട്ടിൽ ഇരുന്ന് ക്ലാസ് എടുക്കേണ്ട. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു മേശയും ഒരു കസേരയും മാത്രം ഉണ്ടായിരുന്ന എൻ്റെ ഓഫീസ് റൂമിനെ ഞാൻ മോഡിഫൈ ചെയ്ത് അതിനകത്ത് എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്ത്, അതിനകത്ത് ക്യാമറ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത്, അതിനകത്ത് നിങ്ങൾ കാണുന്നില്ല മൈക്ക് മേടിച്ചു വെച്ചു, ഇതൊക്കെ. അപ്പൊ ഇതാണ് ശരിക്കും ഷേപ്പ് ചെയ്ത് എൻ്റെ ആ പുതിയ ആവശ്യത്തിലേക്ക് ഞാൻ എൻ്റെ ആ ഒരു സാഹചര്യത്തിനെ കൊണ്ടുവന്നു എന്നാണ്. പിന്നെ മൂന്നാമത്തെ ഒരു എന്താ പറയേണ്ടത് അഡാപ്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നതാണ് സെലക്ഷൻ. അപ്പൊ സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചൂസിങ് എ ന്യൂ എൻവയൺമെന്റ് ഓൾ ടുഗെദർ വെൻ ദ കറന്റ് വൺ ഡസ് നോട്ട് മീറ്റ് പേഴ്സണൽ ഗോൾസ്. ഉദാഹരണത്തിന് ചേഞ്ചിങ് ജോബ്സ് ഫോർ ബെറ്റർ കരിയർ ഗ്രോത്ത്, നമുക്ക് കുറച്ചും കൂടെ നല്ല ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജോലി മാറുന്നത്. അപ്പൊ അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ചിങ് അല്ലെങ്കിൽ ചൂസിങ് എ ന്യൂ എൻവയൺമെന്റ് ഓൾ ടുഗെദർ, ഒരു പുതിയ ഒരു അന്തരീക്ഷം. നമ്മൾ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ? നമ്മുടെ കരിയർ ബെറ്റർ ആകുന്നതിന് വേണ്ടി, നമുക്ക് കൂടുതൽ പൈസ സമ്പാദിക്കാൻ കഴിയുന്നതിന് വേണ്ടി. നമ്മളൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലിയിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു ഗവൺമെന്റ് സ്കൂളിലേക്ക് നോക്കുന്ന എന്തിനാ? നമുക്ക് ആ ഒരു വരുമാനത്തിൽ സ്ഥിരത, കൂടുതൽ വരുമാനം, കൂടുതൽ ബെനിഫിറ്റ്സ്, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രാക്ടിക്കൽ ഇന്റലിജൻസിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കുറെ അധികം കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്തു പോകുന്നു എന്നുള്ളത്. ഇനി ഒരു പുതിയ രാജ്യത്ത് നമ്മൾ ജീവിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ കൾച്ചറുമായിട്ട് ഇടപെട്ട് നമ്മൾ ജീവിച്ചു മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത്, അതും ഈ എന്താ പറയേണ്ടത് ഈ ഒരു പ്രാക്ടിക്കൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം ആയിട്ട് തന്നെയാണ് വരിക. ഇനി ഈ 3 കമ്പോണൻസിനെയും കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഈ 3 കമ്പോണൻസും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴല്ലേ ശരിക്കും എന്താ പറയേണ്ടത് ആ ഒരു ഇന്റലിജൻസ് തിയറി കംപ്ലീറ്റ് ആകുന്നത്. അപ്പോ എന്താ പറയേണ്ടത്, സ്റ്റേൺബർഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇറ്റ് ഹാപ്പൻസ് ഓർ ഇറ്റ് അറൈസസ് ഫ്രം എ ബാലൻസ്ഡ് ഇന്റഗ്രേഷൻ ഓഫ് ദീസ് 3 കമ്പോണൻസ്. ഈ 3 കമ്പോണൻസും, അതായത് അനലിറ്റിക്കൽ, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ്, അത് 3ഉം കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ഇവിടെ നോക്കാം. ഒരു വ്യക്തിക്ക് he might need analytical intelligence. അനലിറ്റിക്കൽ ഇന്റലിജൻസ് കൊണ്ട് എന്തായിരിക്കും? ഓക്കെ, ഒരു പുതിയ ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള റിക്വയർമെന്റ്സ്, എന്ത് ചെയ്താലാണ് എനിക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതല്ലേ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ആ റിക്വയർമെന്റ് മനസ്സിലാക്കുന്നതിന് ഒരു അനലിറ്റിക്കൽ ഇന്റലിജൻസ് അവിടെ വേണം. ഇപ്പൊ ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്തിനാണ്? ഇനി ഈ ഒരു ടാസ്ക് സോൾവ് ചെയ്യുന്നതിന് പല മാർഗങ്ങളുണ്ടല്ലേ. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അപ്രോച്ചസ് എനിക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്റലിജൻസ് അവിടെ വേണം.
ആൻഡ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്തിനാണ്? എനിക്ക് ഏറ്റവും നല്ല മെത്തേഡ് ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്, ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് പ്രാക്ടിക്കൽ ഇന്റലിജൻസും കൂടെ ഞാൻ അവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേൺബർഗ് എന്താ പറയേണ്ടത്, അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ശരിക്കും ഈ അനലിറ്റിക്കൽ, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിനെ അവർക്ക് അവരുടെ കൈവെള്ളയിലാക്കി കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിയും, അപ്പോഴാണ് ആ ഒരു വ്യക്തിയുടെ അക്കാഡമിക് ആൻഡ് എവറി ഡേ സെറ്റിങ്സിൽ കുറെ കൂടെ ബെറ്റർ ആകുന്നത്. എവറി ഡേ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ കുറെ കൂടെ ബെറ്റർ ആയി വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി നമ്മൾ നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷനിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, നമ്മുടെ ജോലി സ്ഥലങ്ങളുടെ സെറ്റിങ്സിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, സൈക്കോമെട്രിക് ടെസ്റ്റുകൾ, സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് നടത്തുന്നതിന് ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഒരുപാട് അധികം ആപ്ലിക്കബിലിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ട്രയാക്കിക് തിയറിക്കകത്ത്. ഓക്കെ, അടുത്ത് നമുക്ക് ഹവേർഡ് ഗാർഡനറിന്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് നോക്കാം. സോ ഐ വിൽ വൈൻഡ് അപ്പ് ദിസ് പാർട്ട് ഓഫ് ദ വീഡിയോ ആൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ആസ് യൂഷ്വൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ ഈ വീഡിയോയ്ക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളുടെയും ഈ സെയിം മോഡ്യൂളിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ടച്ച് ചെയ്യുന്നതിനുള്ള ആ ലിങ്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. So thank you very much for watching this part and wish you a good day ahead. Thank you.